വലിയ ആഘാതം തന്നെയാണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ സേന ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ഭീഷണിയിൽ ആരൊക്കെ രാജ്യം വിട്ട് പാകിസ്ഥാൻ വിട്ട് പോകുന്നു എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള പലായന നടപടികൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ പ്രത്യാക്രമണം ശക്തമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. ഏതായാലും കറാച്ചി പോർട്ടിലേക്കൊക്കെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയത് തീർച്ചയായും വലിയ നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം കൂടി ഇപ്പോൾ പാകിസ്ഥാൻ തേടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ വലിയ തോതിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു വിദേശ രാജ്യങ്ങളുടെ സഹായം പാകിസ്ഥാൻ ഇപ്പോൾ തേടുന്നുണ്ട്. നേരത്തെ ചൈനയടക്കം പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഈ നിലയിൽ മറുപടി നൽകുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന ഒരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇപ്പോൾ വലിയൊരു ആക്രമണം തന്നെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ആക്രമണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു പ്രത്യാക്രമണം തുടങ്ങാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് തീർച്ചയായും ഇന്ത്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ അറിയിച്ച ശേഷമാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ പെഹൽഗാമിന് മറുപടി നൽകി പാകിസ്ഥാന്റെ മണ്ണിൽ പാക് അധീന കശ്മീരിന്റെ മണ്ണിൽ ഭീകര ക്യാമ്പുകൾക്ക് നേരെ പുലർച്ചെ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണം പ്രധാനമന്ത്രി നിരീക്ഷിച്ചിരുന്നു. ഏതായാലും അതിന് സമാനമായി ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും ഇന്ത്യ വലിയ പ്രത്യാക്രമണം നടത്തുമ്പോൾ അത് പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കേന്ദ്ര സേനാ തലവന്മാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാ തിരിച്ചടികളും പാകിസ്ഥാന് കൂടുതൽ പ്രഹരത്തിൽ നൽകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ 3 സേനകളും വളരെ ശക്തമായി പാകിസ്ഥാന് നല്ല മറുപടി നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഈ രാത്രിയിലുള്ളത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ വലിയ മിസൈൽ വർഷം തന്നെയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്.